ഇത് ഭയങ്കര ഒരു കാട്ടുവഴിയാണല്ലോ, ഭയങ്കര ക്രൗഡാണ് കേട്ടോ. കാടുവഴിയല്ലേ. ഇവിടെ പുഴയിൽ ഇറങ്ങലെന്ന് കുളിക്കലെന്നൊക്കെ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഭയങ്കര ആളാണ്. എല്ലാ പ്ലേസിലും നല്ല ആളാണ്. വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. ഇവിടെ വരുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം അല്ലേ. ആളുകളൊക്കെ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ അവിടെ. അർജുൻ ഭയങ്കര ഡേഞ്ചറാണല്ലോ. ഇതാണോ വഴി? പെട്ടെന്ന് ഇറങ്ങണേ, തിരിച്ച് പെട്ടെന്ന് കാണുകയല്ല കേട്ടോ. ഇവിടെ വേറെ വഴിയില്ലേ? ഉറപ്പാണോ? കൈതാ നീ എവിടെ ആയിരുന്നു? ഓ കിടിലം വ്യൂ. ഇതാണ് വെള്ളച്ചാട്ടം. വെള്ളമില്ല ഇപ്പോൾ, കുറവാ. മഴയല്ലാത്തല്ലേ. വെള്ളമുണ്ട്. ലക്ഷം താഴെ കുറവാ. മൊത്തം കിണർ പോയി കാണുന്നത്. എടാ വഴി അറിയാൻ എന്നെ കൂടെ കൊണ്ടുപോണേ. ഓ കിടിലം വ്യൂ. അവിടെ ആൾക്കാർ ഇറങ്ങുന്നുണ്ടല്ലോ. നമ്മുടെ പിള്ളേരെല്ലാം അവിടെ കയറിയിപ്പുണ്ട്. അർജോ, ഇവിടെ ആളുകളൊക്കെ വെള്ളത്തിൽ ഇറങ്ങുന്നത് സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം കേട്ടോ. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങലെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരുപാട് പേര് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളം കുറവുള്ള ടൈമാണ്. ഇപ്പോൾ നമ്മുടെ ബാക്കി കാണുന്ന മർമല വെള്ളച്ചാട്ടം. ഇപ്പം വെള്ളം കുറവല്ലേ, പക്ഷേ അടിപൊളി വ്യൂ ആട്ടോ. ഇവിടെ വെള്ളം ഇല്ലായിരിക്കത്തില്ല, എപ്പോഴും വെള്ളമുള്ള സ്ഥലമാണ്. അത്ര ഫേമസ് ആകാത്ത ഒരു വെള്ളച്ചാട്ടമാണെങ്കിലും അടിപൊളിയാണ്. പക്ഷെ ഇവിടെ ശരിക്കും വെള്ളത്തിൽ ഇറങ്ങലെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ കുറേ പേര് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലതായിട്ട് നീന്തലൊക്കെ അറിയാമെങ്കിൽ സ്വന്തം റിസ്കിൽ ഇറങ്ങുക അല്ലേടാ. അതെ അതെ അതെ. അത് തന്നെയല്ല, ഇവിടെ പാറപ്പുറത്ത് നിൽക്കുന്നത് ഇച്ചിരി റിസ്ക്കാണ്. നമ്മുടെ ബാക്കിലാണ് കാണുന്നത് കേട്ടോ, പാറപ്പന വെള്ളച്ചാട്ടം. വെള്ളം ഇപ്പോൾ കുറവാണ് ഇവിടെ. ഇവിടെ എല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്.
നമുക്കിനി ഇവിടുന്ന് തിരിച്ചു പോയേക്കാം, ഇരുട്ടാവുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കല്ല് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറാണ്. ഡേഞ്ചർ അല്ലേടാ? വെള്ളം ഇതുവഴി ഇങ്ങനെ ഒഴുകി താഴോട്ട് അങ്ങനെ പോവുകയാണേ. നമുക്ക് ഇതുവഴി തിരിച്ചിറങ്ങി അങ്ങ് പോയേക്കാം. ഇരുട്ടാവുന്നുണ്ടേ, അതിന് മുമ്പ് നമുക്ക് തിരിച്ചിറങ്ങി പോയേക്കാം. ഇപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നല്ല വഴുക്കിലായിരിക്കും. ഇതുവഴി ഇറങ്ങിപ്പോകുന്നതൊക്കെ ഇച്ചിരി അപകടം പിടിച്ച പരിപാടിയാണ്. സൂക്ഷിച്ചൊക്കെ വേണം ഇതുവഴി ഇറങ്ങിപ്പോകാനായിട്ട്. അപ്പോൾ അവരെല്ലാം കൊടുത്ത് അങ്ങ് ചെന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വാഗമൺ ട്രിപ്പെല്ലാം അടിച്ചു പൊളിച്ച് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ മാർമല വെള്ളച്ചാട്ടം കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കയറിയിട്ട് പോയതാണ്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ആളായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിള്ളേരടക്കം ഒത്തിരി പേര് വെള്ളത്തിൽ കുളിക്കുന്നുണ്ട്. പക്ഷേ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അല്ലേ? എങ്ങനെയുണ്ട് ആ സ്ഥലം? ഫോട്ടോ എടുക്കാൻ അടിപൊളി പ്ലേസ് ആട്ടോ. പക്ഷെ ഇങ്ങോട്ട് വരുന്നത് കാട്ടിക്കോട്ടുള്ളൊരു ചെറിയൊരു വരവൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഫാമിലിയായിട്ടൊന്നും വരാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ഒത്തിരി ക്രൗഡാണ്, ഓവർ ക്രൗഡാ. ഫുള്ള് വഴി മൊത്തം പാർക്കിംഗ് ആയിരുന്നു, വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. ഒത്തിരി വളരെ നല്ലൊരു പ്ലേസ് ആണ്. പക്ഷെ ഇതിൽ ഈ പാറക്കല്ലിന്റെ ഇടയ്ക്കൂടെ ഒക്കെ നടക്കും. നിങ്ങൾ സൂക്ഷിച്ച ആരും എനിക്ക് തോന്നുന്നില്ല ഇതാരും ഇതിന് മുമ്പ് വ്ലോഗ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ? അറിയത്തില്ല. ഇപ്പൊ ഇവിടെ ഫേമസ് ആയത് ലോക്ക്ഡൌൺ കഴിഞ്ഞ് ഫേമസ് ആയത് അപ്പോഴാണ് റോഡ് വന്നത്. അതിന്റെ ഒരു തിരക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് വഴി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞു കൊടുത്തടാ. ഇത് നമ്മുടെ ഈരാറ്റുപേട്ട വന്നിട്ട് അവിടുന്ന് വാഗമൺ വരുന്ന വഴിയിൽ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് നോക്കി ഇങ്ങനെ വന്നാൽ മതി. എല്ലായിടത്തും ബോർഡ് വെച്ചു. അകത്തോട്ടൊരു 6 കിലോമീറ്ററോളം 6 കിലോമീറ്റർ അത്രേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.